എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 24, 25, 26 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് കംസൻ്റെ പേടികളെ പറ്റിയിട്ടാണ്. കംസൻ ഇവിടെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പേടി അത് മറച്ചു വെച്ചു എങ്കിലും നാരദന് മനസ്സിലായി. അപ്പോൾ നാരദനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാമോ? ഈ അങ്ങ് ഒരു ദിവ്യനായിട്ടുള്ളൊരു മഹർഷിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം 24ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. മഹർഷേ സർവമപ്യേതത്തത്വതോ വക്തുമർഹസി സ്ഫുരത്യേവ ഹി വിശ്വം തേ വിമലേ മതിദർപ്പണേ. പദച്ഛേദം പറയാം. മഹർഷേ സർവം അഭി ഏതത് തത്വത വക്തും അർഹസി സ്ഫുരതി ഏവ ഹി വിശ്വം തേ വിമലേ മതിദർപ്പണേ. നാരദനെ വിളിച്ചുകൊണ്ട് കംസൻ ചോദിക്കുകയാണ്, മഹർഷേ, അല്ലയോ ദിവ്യനായിട്ടുള്ള മഹർഷേ, ഏതത് സർവം അഭി തത്വത വക്തും അർഹസി. ഏതത് സർവം അഭി, ഇപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നു. അങ്ങയോടെല്ലാം എൻ്റെ മനസ്സിലുള്ളതായ ചിന്തകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് വ്യക്തമായിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. അതാണ് ഏതത് സർവം. ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം തന്നെ തത്വത, സത്യസന്ധമായിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് വക്തും അർഹസി, എന്നോടങ്ങ് പറഞ്ഞു തരിക തന്നെ വേണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങയോട് പറയണത് എന്നാണെങ്കിൽ, ഹി അങ്ങനെയാണല്ലോ എന്നർത്ഥമുള്ളതായ ഒരു അവ്യയമാണ് ഹി. അത് അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല, വാക്യത്തിൻ്റെ ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല. തേ വിമലേ മതിദർപ്പണേ. തേ അങ്ങയുടെ വിമലേ മതിദർപ്പണേ, വിമലമായിട്ടുള്ള ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ, അതായത് തെളിഞ്ഞാണ് അങ്ങയുടെ മനസ്സിൽ, അല്ലെങ്കിൽ ബുദ്ധി തെളിഞ്ഞാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങ് കാണുന്നുണ്ട്. ലോകായ ലോകങ്ങൾ മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാൻ കഴിയും. നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ദേവന്മാരുടെ വാക്കുകളിൽ നിന്നോ ഋഷീശ്വരന്മാരുടെ വാക്കുകളിൽ നിന്നൊക്കെ അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് സത്യസന്ധമായിട്ട് പറയണം, അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നുണ്ടാവുമല്ലോ. വിമലേ മതിദർപ്പണേ, വിമലമായിട്ടുള്ള അങ്ങയുടെ ബുദ്ധി കണ്ണാടിയിൽ, ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ, ആ അറിവിൽ, അങ്ങയുടെ അറിവിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ എന്താണ് തെളിയുന്നത്? വിശ്വം സ്ഫുരതിയേവ. ആ കണ്ണാടിയിൽ, അങ്ങയുടെ ബുദ്ധിയാകുന്ന കണ്ണാടിയിൽ ലോകം മുഴുവനും പ്രതിഫലിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ മനസ്സിൽ എല്ലാം ഉണ്ടല്ലോ, അങ്ങക്ക് എല്ലാം അറിയാമല്ലോ. അതായത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നവൻ, എല്ലാ ദിക്കിലേക്കും സഞ്ചരിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിക്കിലും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് കംസൻ മഹർഷിയോട് ചോദിക്കണത്, നാരദ മുനിയോട് ചോദിക്കണത്, അങ്ങക്ക് ഈ ഞാനിങ്ങനെ പറയണത് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. എന്താണ് നാരദൻ ചെയ്യാൻ പോണതെന്നാണ് പറയണത്. 25ാമത്തെ ശ്ലോകം നോക്കൂ. ഇത്യുദീരിതമാകർണ്യ ഭോജഭൂപതിനാ മുനി ക്ഷണം ധ്യായന്നിവ സ്ഥിത്വാ കഥയാമാസ താം കഥാം. പദച്ഛേദം പറയാം. ഭോജഭൂപതിന ഇതി ഉദീരിതം ആകർണ്യ മുനി ക്ഷണം ധ്യായൻ ഇവ സ്ഥിത്വാ താം കഥാം കഥയാമാസ. ഇതൊക്കെ വളരെ പച്ചവെള്ളം പോലത്തെ, പച്ചമലയാളം പോലത്തെ സംസ്കൃത ശ്ലോകങ്ങളാണ്. ഇവിടെ എന്താ പറയണത് എന്നാണെങ്കിൽ, ഇപ്രകാരം കംസനാൽ പറയപ്പെട്ടവനായിട്ടുള്ള നാരദൻ, അതാണ് ഭോജഭൂപതിന. ഭോജഭൂപതി എന്ന് പറഞ്ഞാൽ ഭോജം എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവനായ ആ രാജാവിനാൽ, കംസനാൽ, ഇപ്രകാരമൊക്കെ കഴിഞ്ഞ 10-11 ശ്ലോകങ്ങളായിട്ട് കംസൻ്റെ ആവലാദികളും ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു വർണ്ണിച്ചിരുന്നത്. അതൊക്കെ തന്നെ ഉദീരിതം, ഇപ്രകാരം പറയപ്പെട്ടതായ വാക്കുകൾ കേട്ടിട്ട്, ആകർണ്യ, അത് മുഴുവനും നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടിട്ട്, മുനി നാരദമുനി, ക്ഷണം ധ്യായൻ ഇവ സ്ഥിത്വ, കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്നത് പോലെ ഇരുന്നിട്ട്,
അതായത് മഹർഷിമാർ കുറച്ച് നേരം കണ്ണടച്ച് ഇതുവരെ നടന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ നാരദനും കേട്ടതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വിശകലനം നടത്തിയിട്ട് ധ്യായന്നിവ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട്, അധിക നേരമൊന്നും ഉണ്ടായില്ല, ക്ഷണം അല്പനേരം, കുറച്ച് നേരമേ ഉള്ളൂ ധ്യാനം. അങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞാൽ മുനിമാർ സാധാരണ ചെയ്യണ അത്ര വലിയ ധ്യാനമൊന്നുമല്ല. ഓർക്കുക, ചിന്തിക്കുക, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതൊന്ന് ഓർത്തെടുക്കുക, അതാണ് ചെയ്തത്. ധ്യായന്നിവ സ്ഥിത്വ, അങ്ങനെ കുറച്ച് നേരം അനങ്ങാണ്ട് എന്തൊക്കെയോ ചിലതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നിട്ട് അതിനുശേഷം താം കഥാം കഥയാമാസ, ആ കഥ കംസനോട് പറഞ്ഞു കൊടുത്തു, ആ കഥയെ പറഞ്ഞു കൊടുത്തു എന്ന് സംസ്കൃതത്തിൽ. താം കഥാം എന്ന് പറയുമ്പോൾ ആ കഥ എന്ന് പറഞ്ഞാൽ ഏത് കഥ? ഇതുവരെ ഒരു കഥയെ പറ്റിയിട്ടും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണെങ്കിൽ, കംസനെ പോലെ കുറേ ഭൂമിയിൽ ജീവിക്കുന്നവർ, ആസുര ശക്തികൾ, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ദേവന്മാരുടെ ഇടയിലൊക്കെ നല്ല പ്രസിദ്ധമായിട്ടുള്ള, ഋഷിമാരുടെ ഇടയിലൊക്കെ നല്ലവണ്ണം പ്രസിദ്ധമായിട്ടുള്ള കഥ, അതാണ് താം കഥാം എന്ന് പറഞ്ഞത്. പ്രസിദ്ധാർത്ഥത്തിലാണ് തച്ഛബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ദേവലോകത്ത് മുഴുവനും എല്ലാവർക്കും അറിയാവുന്നതായ കഥ, ദേവന്മാരെയും പാവങ്ങളായിട്ടുള്ള മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പുറപ്പെടുന്നുണ്ട്, ജനിക്കാൻ പോവുകയാണ് എന്നുള്ള കഥ. അതെങ്ങനെയാണ് അതുവരെ വന്നെത്തിയത്, എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടോ ഇല്ലയോ, ഭൂതലത്തിൽ ജനിച്ചിട്ടുണ്ടോ, ആരായിരുന്നു ആ ദേവി, തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ നാരദൻ ഓർത്തെടുത്തിട്ട് കംസനോട് പറയുകയാണ് ചെയ്യണത്. അതാണ് താം കഥാം കഥയാമാസ, വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തു. അതായത് വ്യക്തമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി വരണ ശ്ലോകങ്ങളിലൊക്കെ നാരദൻ്റെ വാക്കുകളാണ്. നമുക്ക് 26ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദേവോ ജായത ദേവക്യാം ജഗന്നാഥോ ജനാർദ്ദന തത്കാലോത്പന്നയാ നന്ദകന്യയാ പരിവർത്തിത. ആദ്യം പദച്ഛേദം പറയാം. ദേവ അജായത ദേവക്യാം ജഗന്നാഥ ജനാർദ്ദന തത്കാലോത്പന്നയാ നന്ദകന്യയാ പരിവർത്തിത. ഇതും വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, അർത്ഥമൊക്കെ അന്വയവും ഒക്കെ വളരെ എളുപ്പമാണ്. മലയാള വാക്കുകൾ പോലെ തന്നെ, മലയാള വാക്കുകൾ കൊണ്ട് എഴുതിയ ശ്ലോകം പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. നാരദൻ കംസനോട് പറയാണ്, ദേവ ജഗന്നാഥ ജനാർദ്ദന ദേവക്യാം അജായത. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ദേവകിയിൽ ജനിച്ച കുട്ടികളെ മുഴുവനും കംസൻ കൊന്നൂലോ, എന്നിട്ടും ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ദേവകിയിൽ ജനിച്ചു എന്ന് പറയണത് കംസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മതിയാക്കുകയാണ്, തൻ്റെ ഇത്തരം ചീത്ത പ്രവൃത്തികൾ മതിയാക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയ്ക്കധികം അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാവൽക്കാരെയും തന്നെയും ഒക്കെ അതിനായിട്ട് സദാസമയവും നിയോഗിച്ചിട്ടും കംസന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ശ്രീകൃഷ്ണൻ അഥവാ ഭഗവാൻ മഹാവിഷ്ണു ദേവകിയിൽ ജനിക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു മായ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൽ പെട്ടുപോയി കംസൻ എന്നുള്ളതാണ്. അതാണ് നാരദൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോണത്. ലോകത്തിൻ്റെ മുഴുവനും നാഥനായിട്ടുള്ള, ലോകത്തെ സംരക്ഷിക്കുന്നവനായിട്ടുള്ള, അതാണ് ദേവൻ, ജഗന്നാഥൻ, ജനാർദ്ദനൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥം. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അർദ്ദനം ചെയ്യുന്നവൻ, മർദ്ദനം ചെയ്യുന്നവൻ, പീഡിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ചില അസുരന്മാരെ, പ്രത്യേക തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ജനങ്ങൾ എന്ന് പറയാറുണ്ട് അത്രേ. സമുദ്രത്തിൽ താമസിക്കുന്നവരായിട്ടുള്ള അസുരന്മാർ, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ജനാർദ്ദനൻ എന്ന് പറയുന്നുണ്ട്. ഇനി ജനിച്ചവർക്കൊക്കെ മോക്ഷം കൊടുക്കണു എന്നുള്ളത് കൊണ്ട് അതിലും ജനാർദ്ദനൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട്, അങ്ങനെ ഒരു പേര് വരുന്നുണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ ജനാർദ്ദനൻ ദേവക്യാം അജായത, ദേവകിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അജായത എന്ന് പറയുമ്പോൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കംസനും നാരദനും കൂടിയിട്ട്. അപ്പോൾ അതിനേക്കാളും മുമ്പേ തന്നെ ഭൂതകാലത്തിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കംസൻ ഒട്ടും അറിഞ്ഞെന്നില്ല അങ്ങനെ ഒരാൾ ഇവിടെ ജനിച്ചു എന്നുള്ളത്. എന്നിട്ടോ എന്താണ് ഉണ്ടായത്? ഇവിടെ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ ഉണ്ടായതെന്ന് പറയാണ്. തത്കാലോത്പന്നയാ നന്ദകന്യയാ പരിവർത്തിത ച എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ കുറച്ച് നേര വ്യത്യാസം കൊണ്ട് ജനിച്ച നന്ദൻ്റെ പുത്രിയുമായിട്ട്, നന്ദകന്യക, നന്ദൻ്റെ പുത്രിയായിട്ട് മഹാമായ ജനിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഇവിടെ മധുരാപുരിയിലെ കാരാഗ്രഹത്തിൽ ജനിച്ചു. ദേവി മഹാമായ നന്ദഗോപരുടെ അമ്പാടിയിൽ വ്രജത്തിലും ജനിച്ചു. എന്നിട്ട്
അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നാണ് ഇവിടെ നാരദൻ പറഞ്ഞു കൊടുത്തത്. അതാണ് പരിവർത്തനം ചെയ്യപ്പെട്ടു, അതായത് വ്യത്യാസമാര ചെയ്തും എന്ന് നാരായണീയത്തിൽ പറയണത് പോലെ തമ്മിൽ വെച്ചു മാറുക. അതായത് ശ്രീകൃഷ്ണനെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ദേവി മഹാമായയെ ഇങ്ങോട്ടും എടുത്തുകൊണ്ട് വന്നു. അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറച്ചു നേരം കണ്ണടച്ച് പിടിച്ച് മനക്കണ്ണുകൊണ്ട് കണ്ട് നാരദൻ കംസനോട് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിലും കൂടുതൽ പേടിയാവാനുള്ള കാര്യങ്ങളൊന്നും കംസന് ഇല്ല. അപ്പോൾ നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മഹർഷേ സർവമപ്യേതത്തത്വതോ വക്തുമർഹസി സ്ഫുരത്യേവ ഹി വിശ്വം തേ വിമലേ മതിദർപ്പണേ ഇത്യുദീരിതമാകർണ്യ ഭോജഭൂപതിനാ മുനി ക്ഷണം ധ്യായന്നിവ സ്ഥിത്വാ കഥയാമാസ താം കഥാം. ദേവോ ജായത ദേവക്യാം ജഗന്നാഥോ ജനാർദ്ദന തത്കാലോത്പന്നയാ നന്ദകന്യയാ പരിവർത്തിത. അങ്ങനെ ഈ ശ്രീകൃഷ്ണൻ അവതരിച്ചു എന്നുള്ള കഥയുടെ ആരംഭം നാരദൻ കംസന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. തുടർന്നുള്ള കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.